തിരുവനന്തപുരം നഗരസഭയുടെ കോടികൾ മുടക്കിയുള്ള ഇ ബസ് പ്രൊജക്ടിനെ സ്വന്തം കുടുംബസ്വത്ത് പോലെ കാണുന്ന ഗതാഗത മന്ത്രിക്കും അന്ധമായി അതിനെ ന്യായീകരിക്കുന്ന സർക്കാരിനും വി രാജേഷ് നൽകിയ മറുപടി കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വമ്പൻ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്കാണ്. സിനിമയിലെ നായക പരിവേഷം കൊണ്ട് മേയറെ വിരട്ടാമെന്ന് കരുതിയവർക്ക് ഇപ്പൊ സ്വന്തം അടിത്തറ തന്നെ ഇളകുന്ന അവസ്ഥയുമാണ്. സിനിമയിൽ ഗുണ്ടകളെ പറന്നു തല്ലുന്ന നായകനെ പോലെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ആജ്ഞാപിച്ചാൽ എല്ലാം നടക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കരുതിയിട്ടുണ്ടാകണം. കത്ത് കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ബസ് തിരിച്ചു തരാം എന്ന മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോ പാവം ജനങ്ങൾ കരുതി അദ്ദേഹം എന്തോ വലിയ വിപ്ലവം നടത്തുകയാണെന്ന്. എന്നാൽ ആ പ്രസ്താവനയുടെ ഉള്ളിലെ കള്ളത്തരവും ചതിയും കൃത്യമായി തിരിച്ചറിഞ്ഞ മേയർ വി രാജേഷ് നടത്തിയ നീക്കം മന്ത്രിയെ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. മന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഇത് പത്തനാപുരം സിനിമാ ലൊക്കേഷൻ അല്ല, മറിച്ച് കേരളത്തിന്റെ തലസ്ഥാന നഗരിയാണ്. ഇവിടെ ഭരിക്കുന്നത് ജനകീയ പിന്തുണയുള്ള കരുത്തുറ്റ ഭരണാധികാരിയാണ്. മന്ത്രിയുടെ ഭീഷണിക്ക് മുന്നിൽ വിറയ്ക്കുന്നവരല്ല തിരുവനന്തപുരത്തെ BJP ഭരണസമിതി എന്ന ഓരോ വാക്കിലൂടെയും രാജേഷ് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ വിവാദത്തിലെ ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്ന് അറിയാമോ? ബാറ്ററിയെ കുറിച്ചുള്ള മേയറുടെ പരാമർശമാണ്. ഗണേഷ് കുമാറിന്റെ ബുദ്ധി അപാരം തന്നെ. ഇലക്ട്രിക് ബസ്സുകളുടെ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററിയാണ്. ഒരു ബസ് വാങ്ങുന്ന തുകയുടെ 70% ചിലവാകുന്നത് ഈ ബാറ്ററികൾക്കാണ്. ഈ ബാറ്ററികൾക്ക് ഒരു നിശ്ചിത ആയുസ്സുണ്ട്. ഇപ്പോ ആ ആയുസ് തീരാറായിരിക്കുന്നു. ബാറ്ററി മാറ്റാൻ കോടികൾ ചിലവാക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോ ആ ബാധ്യത കോർപ്പറേഷന്റെ തലയിൽ വെച്ച് കെട്ടി കൈ കഴുകാൻ നോക്കുന്ന മന്ത്രിയുടെ തന്ത്രം മേയർ പച്ചയ്ക്ക് തുറന്നു കാട്ടി. ബസ്സുകളുടെ നല്ല കാലം കഴിഞ്ഞു, ഇനി അതിന്റെ വാല പിടിക്കാൻ ഞങ്ങളില്ല എന്ന് രാജേഷ് പറഞ്ഞപ്പോ മന്ത്രിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ലാഭമുള്ളപ്പോൾ KSRTC കൊണ്ടുപോകും, നഷ്ടവും ബാധ്യതയും വരുമ്പോ കോർപ്പറേഷൻ എടുത്തോ എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? ഈ മഹാബുദ്ധി ഗണേഷ് കുമാറിന് മാത്രം സ്വന്തം. 2023 ഫെബ്രുവരിയിൽ സ്മാർട്ട് സിറ്റിയും KSRTCയും കോർപ്പറേഷനും ചേർന്ന് ഒപ്പിട്ട കരാറിനെ കുറിച്ച് മിണ്ടാൻ പോലും മന്ത്രി തയ്യാറായില്ല. കാരണം ആ കരാർ വായിച്ചാൽ മന്ത്രിയുടെ ഇപ്പോഴത്തെ തന്നിഷ്ടങ്ങളെല്ലാം നിയമവിരുദ്ധമാണെന്ന് തെളിയും. തിരക്കുള്ള സമയങ്ങളിൽ ഈ ബസ്സുകൾ നഗരത്തിനകത്ത് സർവീസ് നടത്തണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഇഷ്ടമനുസരിച്ച് ഇവ ദൂരദേശങ്ങളിലേക്ക് പായുകയാണ്. നഗരസഭയുടെ കാശ് കൊണ്ട് നാട് ചുറ്റാൻ ആരെങ്കിലും മന്ത്രിക്ക് കൊട്ടേഷൻ നൽകിയിട്ടുണ്ടോ? കോർപ്പറേഷൻ 113 കോടി രൂപ മുടക്കുമ്പോൾ അതിൽ നിന്നുള്ള ലാഭവിഹിതം കോർപ്പറേഷൻ ലഭിക്കണം. ഇത് കരാറിലുള്ളതാണ്. എന്നാൽ ഒരു ചില്ലിക്കാശ് പോലും നഗരസഭയ്ക്ക് നൽകാതെ KSRTC അത് സ്വയം അങ്ങ് വിഴുങ്ങുന്നു. കോർപ്പറേഷനുമായി ആലോചിക്കാതെ റൂട്ട് മാറ്റാൻ ആർക്കാണ് അധികാരം? ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ രംഗപ്രവേശനം. മേയർ തിരുവനന്തപുരത്തെ വേലി കെട്ടിത്തിരിക്കാൻ നോക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരിഭവം. അതുപോലെ പുത്തനച്ചി പുരപ്പുറം തോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കഷ്ടമെന്നാൽ എന്ത് പറയാനാണ്? നഗരസഭയുടെ പണം കൊണ്ട് വാങ്ങിയ ബസ് നഗരസഭയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഉപകാരപ്പെടണമെന്ന് പറയുന്നത് എങ്ങനെയാണ് വേലികെട്ടലാകുന്നത്? അതുപോലെ പുത്തനച്ചി പുരപ്പുറം തൂത്തത് നമ്മൾ ആര്യയിലൂടെ കണ്ടതുമാണ്. മന്ത്രി ശിവൻകുട്ടി അറിയാൻ വേണ്ടി പറയുകയാണെ, തിരുവനന്തപുരം എന്നാൽ സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള റോഡുകൾ മാത്രമല്ല. നിങ്ങൾ അങ്ങനെ കരുതിയെങ്കിൽ തെറ്റി. 70% ഗ്രാമീണ മേഖലയാണ്. അവിടെ കൂലിപ്പണിക്ക് പോകുന്നവരും രോഗികളും വാഹന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന മേയറെ വികസന വിരോധിയാക്കാൻ നോക്കുന്നത് ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. മുൻ മേയർമാരായ പ്രശാന്തിനെയും ആര്യയെയും പുകഴ്ത്തുന്ന ശിവൻകുട്ടി ഓർക്കേണ്ടത് ഈ കരാർ ലംഘനം ആദ്യം ചൂണ്ടിക്കാട്ടിയത് നിങ്ങളുടെ ആര്യ രാജേന്ദ്രൻ തന്നെയാണെന്നാണ്. അന്ന് മിണ്ടാതിരുന്ന മന്ത്രിക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്രത്തോളം വേവലാതി? തിരുവനന്തപുരം BJP പിടിച്ചതാണ് പ്രശ്നം. ബസ് പാർക്ക് ചെയ്യാൻ KSRTC സ്റ്റാൻഡിൽ സ്ഥലം തരില്ല എന്ന മന്ത്രിയുടെ ഭീഷണിക്ക് മേയർ നൽകിയ മറുപടി ക്ലാസിക് ആണ്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിലേക്ക് ഇടക്കൂ എന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല. 1000 ബസ്സിടാൻ നഗരസഭയ്ക്ക് സ്ഥലമുണ്ട്. ഇതോടെ മന്ത്രിയുടെ വിരട്ടൽ തന്ത്രവും ചീറ്റിപ്പോയി. കോർപ്പറേഷന്റെ സ്ഥലത്ത് ഈ ബസ്സുകൾ നിർത്തിയിട്ട് അത് നഗരസഭ നേരിട്ട് നടത്തിയാൽ ഗണേഷ് കുമാറിനും KSRTCക്കും ഉണ്ടാകാൻ പോകുന്ന നഷ്ടമൊന്നും ഓർത്തു നോക്കിക്കേ. കോടികളായിരിക്കും അത്. ആ ഒരു നീക്കം മാത്രം മതി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ. രാജേഷിന്റെ ഈ കരുത്തുറ്റ നിലപാട് തിരുവനന്തപുരത്തിന്റെ ഭരണചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. മേയർ വി രാജേഷ് പറഞ്ഞൊരു കാര്യം നഗരവാസികളുടെ കണ്ണ് നിറയ്ക്കുകയാണ്. തന്റെ വാർഡിലെയും നഗരത്തിലെയും പാവപ്പെട്ട കൂലിപ്പണിക്കാർ കരഞ്ഞു പറഞ്ഞ ആവശ്യമാണ് യാത്രാ സൗകര്യം. ആ പാവപ്പെട്ടവരുടെ കണ്ണീരിനേക്കാൾ വലുതല്ല മന്ത്രിയുടെ ഈഗോ. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ഈ ബസ്സുകൾ പാവപ്പെട്ടവർക്കായി വിട്ടുകൊടുക്കാൻ മന്ത്രിക്ക് എന്താണ് ഇത്ര തടസ്സം? കോർപ്പറേഷൻ പണം വാങ്ങി നൽകിയ വണ്ടിയിൽ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലെന്ന് പറയുന്നത് ഏത് ജനാധിപത്യ രാജ്യത്തെ നിയമമാണ്? ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് ഇവിടത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു.
ഒരു നഗരസഭയ്ക്ക് അതിന്റെ ആസ്തി സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് പോലും മന്ത്രിക്ക് അറിയില്ല. ഞങ്ങൾ ബസ് തിരിച്ചെടുക്കില്ല എന്ന് രാജേഷ് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ബാറ്ററിയുടെ ആയുസ് തീർന്ന വണ്ടി മേച്ച് നടക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ്. ഇതിനെയാണ് പറയുക തൂവാനത്തുമ്പികൾ മോഡൽ തമാശ എന്ന്. മന്ത്രിയുടെ പ്ലാൻ തകർന്നു, പകരം മേയറുടെ വമ്പൻ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നു. ഈ പോരാട്ടം വെറും ഒരു രാഷ്ട്രീയ തർക്കമല്ല, ഇത് തിരുവനന്തപുരത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള നഗരമാക്കി മാറ്റാനുള്ള വി രാജേഷിന്റെ കഷ്ടപ്പാടിന്റെ ഭാഗമാണ്. നഗരസഭയുടെ വാർഡുകളിൽ ഉൾപ്പെടുന്ന ഇടറോഡുകളിലേക്ക് ചെറിയ ഇ ബസ്സുകൾ എത്തിക്കും. പിന്നെ ലാഭകരമായ നഗരസഭയായി തീരുകയും ചെയ്യും. സർക്കാർ സ്ഥാപനങ്ങൾ നഗരസഭയെ പിഴിഞ്ഞുണ്ണുന്നത് അവസാനിപ്പിക്കും. നഗരസഭയുടെ ഓരോ രൂപയും നഗരവാസികൾക്കായി ചിലവഴിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. പിന്നെ നീതിപൂർവമായ ഗതാഗതം കൊണ്ടുവരും. രാത്രി 8 മണിക്ക് ശേഷം ഓട്ടം നിർത്തുന്ന ബസ്സുകൾക്ക് പകരം രാത്രിയും പകലും നഗരവാസികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം വരും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ നൽകിയ തുക സംസ്ഥാന ഖജനാവിൽ നിന്നുള്ളതാണെന്ന് ശിവൻകുട്ടി പറയുന്നുമുണ്ട്. എന്നാൽ അത് ജനങ്ങളുടെ നികുതി പണമാണെന്ന് മന്ത്രി സൗകര്യപൂർവ്വം മറക്കുകയാണ്. ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് അതിനെ വികസനം എന്ന് വിളിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ? മേയർ വി രാജേഷ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഓരോന്നും സർക്കാരിന്റെ നെഞ്ചിലേക്കാണ് തുളച്ചിങ്ങനെ കയറുന്നത്. പിന്നെ നാണവും മാനവും ഇല്ലാത്തവർക്ക് ഈ ചോദ്യം കേട്ടാൽ യാതൊന്നും തോന്നുകയുമില്ല. ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ കളയും. കോർപ്പറേഷൻ നൽകിയ 113 ബസ്സുകൾ കൂടാതെ 50 ബസ്സുകൾ KSRTCക്ക് ഉണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ ആ 50 ബസ്സുകൾ കൊണ്ട് മന്ത്രിക്ക് ഇഷ്ടമുള്ളിടത്ത് സർവീസ് നടത്തട്ടെ. എന്തിനാണ് കോർപ്പറേഷന്റെ ബസ്സുകൾക്ക് മേൽ അധികാരം സ്ഥാപിക്കാനായി നോക്കുന്നത്? ഇവിടെയാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ പാപ്പരത്വം വെളിവാകുന്നത്. KB ഗണേഷ് കുമാറും V ശിവൻകുട്ടിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നേരിടുന്നത് പഴയ BJP അല്ല. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി മന്ത്രിമാരുടെ മൂക്കിന് താഴെ വന്ന് പോരാടുകയും ചെയ്യുന്ന വി രാജേഷിനെയാണ്. കരാർ ലംഘനം കോടതിയിൽ എത്തിയാൽ ഗതാഗത വകുപ്പ് മറുപടി പറയേണ്ടി വരും. 113 കോടി രൂപയുടെ നഷ്ടപരിഹാരം കോർപ്പറേഷൻ ചോദിച്ചാൽ KSRTC പൂട്ടിപ്പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വാചകമടിയൊക്കെ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മന്ത്രിമാർ ദയവ് ചെയ്ത് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ മാത്രമല്ല കേരളത്തെ മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങും. വി രാജേഷ് എന്ന മേയർ ഇന്നിപ്പോൾ തലസ്ഥാനത്തെ ഓരോ സാധാരണക്കാരന്റെയും ശബ്ദമാണ്. ആ ശബ്ദത്തെ അടിച്ചമർത്താൻ നോക്കിയാൽ അത് സർക്കാരിന്റെ പതനത്തിനുള്ള തുടക്കമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് രാജേഷ് എടുക്കാൻ പോകുന്ന ഓരോ തീരുമാനവും ഗതാഗത മന്ത്രിയുടെ ഉറക്കം കെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തിന്റെ ചക്രവർത്തി ആരാണെന്ന് കാലം തെളിയിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാജേഷിന്റെ ഈ ഒരു അതിമാരകമായ ഈ നീക്കത്തിലൂടെ ഗണേഷ് കുമാർ വെട്ടിവിറച്ചു എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.